എന്താ പത്തലു, ഒരു കാറിന്റെ ഹോൺ കേൾക്കുമ്പോഴത്തേക്ക് ഇത്രയും പേടിച്ചു പോയോ? മോട്ടു, നീ എവിടേക്കാ പോകുന്നേ? നിക്ക് നിക്ക്. റോഡിൽ കൂടെ നടക്കാൻ പോലും വയ്യ. നിനക്കെന്താ കണ്ണു കണ്ടുകൂടാടാ? എന്താ നീ ചെയ്തത്? നീ പറഞ്ഞത് ശരിയാ മോട്ടു. റോഡിൽ കൂടെ നടക്കുന്നത് മാത്രല്ല, ഈ ഭൂമിയിൽ താമസിക്കുന്നത് തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യാ. എന്തൊരു പൊല്യൂഷനാ ഇവിടെയൊക്കെ. അങ്ങോട്ട് നോക്ക്, മരത്തിന് മുകളിൽ പക്ഷികളെ എത്ര സുഖിച്ചാ ജീവിക്കുന്നതെന്ന്. അവർക്ക് എന്തൊരു സമാധാനാ. ആ, ജീവിതം ആസ്വദിക്കുന്നത് ഇതൊക്കെയാണ്. നമ്മൾ ഇതുപോലെയൊക്കെ ആയിരുന്നെങ്കിൽ നമ്മളും മരത്തിന്റെ മുകളിലായിരിക്കും, ഈ കിളികളെ പോലെ. വാ, നമുക്ക് ഡോക്ടർ ജഡ്കയോട് പോയി കാര്യം പറയാം. ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, എന്റെ മുത്തേ, നീ ഈ ഭൂമി വിട്ടിട്ട് എന്തിനാ മരത്തിൽ കയറി താമസിക്കാൻ തുടങ്ങുന്നത്? എന്തെങ്കിലും ആവട്ടെ, എന്റെ ഈ ഗുളിക കഴിച്ചാൽ നിനക്ക് പക്ഷികളെ പോലെ ചിറകൊക്കെ മുളയ്ക്കുമാ. അതേ വലിയേട്ടാ, മരത്തിന് മുകളിലുള്ള കിളികളൊക്കെ എത്ര സന്തോഷത്തോടെ ജീവിക്കുന്നത്, എത്ര സമാധാനമാ അവരുടെ ജീവിതത്തില്. പത്തലു, നമുക്ക് ചിറക് പൊളിച്ചിരിക്കുന്നു. പൊളിച്ചേ, ഇനിയല്ലേ ജീവിതം ആസ്വദിക്കാൻ പോകുന്നത്. ബൈ ബൈ വലിയേട്ടാ, താങ്ക് യു. ഇവന് ശരിക്കും പറക്കാൻ പോലും അറിയില്ല. വാ, എന്റെ പുറകെ വാ. ഇതിനല്ലേ സ്വർഗം എന്നൊക്കെ പറയുന്നത് പത്തലു. എന്തൊരു സമാധാനമുണ്ട് ഇവിടെ. ഇത് എന്റെ സ്ഥലാണ്. രക്ഷിക്കണേ, രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. നോക്ക്, എന്റെ മുട്ടകൾ മോഷ്ടിക്കാനായി വന്നിരിക്കുന്നു. രക്ഷിക്കണേ. വേണ്ട വേണ്ട, പ്രശ്നം ഉണ്ടാക്കണ്ട. ഞങ്ങള് പോയിക്കോളാം. ഇത് ഞങ്ങളുടെ ഏരിയ ആണ്. കല്ലു, പിന്റു, ബച്ചു, എല്ലാരും വേഗം വന്നേ. നമ്മുടെ സ്ഥലം കയ്യേറാൻ പുറത്തുനിന്ന് ആരും ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ അവർക്ക് അങ്ങനെ വിട്ടുകൊടുക്കരുത്. വരൂ. എവിടെ ഓടിക്കോ, മര്യാദക്ക് ഓടിക്കോ. ഇത് ഞങ്ങളുടെ ഏരിയ ആണ്, പറഞ്ഞേക്കാം. ഞങ്ങൾ ഇതിന് അനുവദിക്കില്ല. നമ്മുടെ ജീവൻ അപകടത്തിലാണ്, ഓടിക്കോ. കൊള്ളാം, ഇവിടെ നല്ലൊരു ശാന്തതയുണ്ട്. ഈ മരത്തിൽ നമ്മൾ ആരും ശല്യം ചെയ്യാൻ വരില്ല. നീ പറഞ്ഞത് വളരെ ശരിയാ. വാ, നമുക്ക് ഈ മരത്തിൽ തന്നെ താമസിക്കാം. എത്രയും വലിയ പക്ഷികളോ? അപ്പൊ ഇവരുടെ മുട്ടകൾ എന്ത് വലുതായിരിക്കും. വെൽക്കം ടു ദിസ് ട്രീ. നിങ്ങൾക്ക് ഈ പ്രദേശത്തേക്ക് സ്വാഗതം. പേടിക്കണ്ട, ഞാൻ നിങ്ങളുടെ സുഹൃത്താണ്. നിങ്ങൾ രണ്ടുപേരുടെയും കൂടെ എവിടെയാണ്? കൂടോ ഇല്ല എന്ന് വെച്ചാ ഞങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയില്ല. വേഗം ഉണ്ടാക്കിയെടുക്ക്, എന്നിട്ട് മുട്ടയിട്ട് നിറയ്ക്കേ. എനിക്ക് നിങ്ങളുടെ കുട്ടികളുമായി കളിക്കണം. അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കണം. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞോടെ നിനക്ക്. എന്തെങ്കിലും ചെയ്യേ, ഇവന്റെ ഉദ്ദേശം നല്ലതല്ല.
ഞങ്ങളുടെ കൂടെ ഈ മരത്തിലല്ല, ദേ ആ കാണുന്ന മരത്തിലാ. ഇപ്പൊ അതിൽ 2 മുട്ട മാത്രമേ ഉള്ളൂ, കുട്ടികളായിട്ടില്ല. മുട്ടയുണ്ടെന്നോ? മുട്ടയുണ്ടെന്നോ? കൊള്ളാൻ പറ്റലു, നല്ലൊരു ഗെയിം തന്നെയാ നീ കളിച്ചത്. ഇനി നമ്മൾ ഇവിടെ ആരും ശല്യപ്പെടുത്തില്ല. ഇവിടുന്ന് പോ, ഇത് എന്റെ സ്ഥലമാണ്. ഇത് എന്റെ മരമാ. ഇവര് രണ്ടുപേരും ആരാണ്? ഇവിടുന്നാണ് വന്നത്. ഇവിടെ ഞങ്ങൾക്ക് തന്നെ ഇരിക്കാൻ സ്ഥലമില്ല. അപ്പളാ ഓടിക്കുവന്മാരെ. രക്ഷിക്കണേ! ചിക്കൻ സാറേ, രക്ഷിക്കണേ! രക്ഷിക്കണേ! മോട്ടു ചിങ്കം സാറിന് ഇവിടെ വരാൻ കഴിയില്ല. നമ്മൾ സ്വയം രക്ഷപ്പെട്ടേ പറ്റൂ. ഇവരുടെ കൊത്തിന് എന്തൊരു ശക്തിയാ. ഇവിടെ വണ്ടിയുടെ ഹോണുമില്ല, റോഡിലെ തിരക്കുമില്ല. ഡോക്ടർ ജഡ്ക നമുക്ക് പുതിയ ജീവിത തന്നിരിക്കുന്നതല്ലേ. നീയൊക്കെ ഏതാടാ? ഈ ആകാശം ഞങ്ങളെയാ, കേട്ടോടാ. നിന്റെ ഈ ചുറ്റും കാണുന്ന ആകാശം മുഴുവനും ഉണ്ടല്ലോ, മുഴുവൻ ഞങ്ങളുടേതാ. നീ ഇവിടുന്ന് പോയിക്കോ, പോയിക്കോ. അതെ, എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. സമാധാനത്തോടെ മരത്തിൽ ഇരിക്കാനും സമ്മതിക്കില്ല, ഇപ്പൊ ആകാശത്തോടെ പറക്കാനും സമ്മതിക്കില്ലെന്ന് വെച്ചാ. ഞങ്ങൾ എങ്ങോട്ടും പോകില്ല. നിനക്ക് പറ്റുന്നതൊക്കെ ചെയ്തോ. ഈ ആകാശം ഇവിടെ ആർക്കും തീരെഴുതി കൊടുത്തിട്ടൊന്നുമില്ല. ഓഹോ, എന്നാ ഇപ്പൊ മനസ്സിലാക്കി തരാം ഈ ആകാശം ആരുടെയാന്ന്. ഇന്നാ പിടി, പിടിടാ ഇന്നാ. എന്റെ അമ്മച്ചി! ഇപ്പൊ മനസ്സിലായോ ആകാശം ആരുടെയാന്ന്? ചേട്ടാ, മനസ്സിലായി ചേട്ടാ, മനസ്സിലായി. വേണ്ട, സോറി. നിന്നെ ഒന്ന് മേലെ ഇവിടെ കണ്ടുപോയേക്കല്ലേ, കേട്ടോടാ. വരൂ മക്കളെ, ഒരു അടിപൊളി ട്രിപ്പ് പോകാം. നമ്മള് സമാധാനം അന്വേഷിച്ചിറങ്ങിയതല്ലേ, പക്ഷെ ഇപ്പൊ നമ്മള് എയർ ടാക്സിയിലെ ഓടിച്ചോണ്ടിരിക്കുന്നത്, അത് ഫ്രീ ആയിട്ട്. മോട്ടോ മിണ്ടാതെ പറന്നോണ്ടിരിക്കേ. ഇവരൊക്കെ ആരാണ്? ഏലിയൻ ആണെന്ന് തോന്നുന്നു. Zulu data coming. Zulu data coming. Aliens are coming to attack. I repeat, aliens are coming to attack. Aliens ആക്രമിക്കാൻ വരുന്നു. Fire! Fire! എന്റെ പത്തിലോ, ഇതെന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്? താഴെ ഭൂമിയിൽ എന്തൊരു സമാധാനായിരുന്നു. ഇവിടെ മര്യാദക്കൊന്നും നിൽക്കാൻ പോലും സമ്മതിക്കുന്നില്ല. എന്റെ പത്തിലോ, അങ്ങോട്ട് നോക്ക്, മിസൈല്. അതുകൊണ്ട് ഇവിടുന്ന് വേഗം വിട്ടോ. രക്ഷിക്കണേ, രക്ഷിക്കണേ. പത്തിലോ, അത് പുറകെ തന്നെ ഉണ്ടല്ലോ. മൊത്തം പ്രശ്നങ്ങളാണ്. ഒന്നില്ലെങ്കിൽ പക്ഷികൾ പുറകെ വരും, അല്ലെങ്കിൽ മിസൈല്. മോട്ടോ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും ചെയ്യേ. ഐഡിയ. മിസൈലിന്റെ മോളിൽ കയറിയിരുന്ന് ജഡ്ക സാറിന് ഫോൺ ചെയ്യാം. ഹലോ ഡോക്ടർ ജഡ്ക, ഞങ്ങൾ പ്രശ്നത്തിലാണ്. ഒരു മിസൈല് പുറകെ വന്നോണ്ടിരിക്കുക. ഓ ചങ്ക, ഈ മിസൈൽ നിങ്ങളുടെ പുറകെ എങ്ങനെയാ വന്നത്?
അതൊരു വലിയ കഥയാ. തൽക്കാലം നിങ്ങൾ ഇത് പറ, ഈ മിസൈലിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുകയെന്ന്. നിങ്ങൾ ഏതെങ്കിലും പർവ്വതത്തിന്റെ നേരെ പോ. പെട്ടെന്ന് മുകളിലേക്ക് താഴേക്ക് ചെന്ന് മാറണം. മിസൈൽ എപ്പം പർവ്വതത്തിൽ ചെന്നിടിച്ച് പൊട്ടിത്തെറിച്ചോളും. പിന്നെ നിങ്ങൾക്ക് താഴേക്ക് വരാനും സാധിക്കും. വഴിയേട്ടാ, ഞങ്ങൾക്ക് താഴോട്ട് വരാൻ പറ്റില്ല. അതെന്താ അങ്ങനെ? നിങ്ങൾ ഇത് എവിടെ പോവാ? ഈ മിസൈൽ എങ്ങോട്ടാ